ഹായ് എവ്രി വൺ, ആർഫോറയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ ബ്രോഡ് മാർക്കറ്റിൻ്റെ ഒരു പ്രകടനം മൊത്തത്തിലൊരു റേഞ്ച് ബൗണ്ട് കൺസോളിഡേഷൻ ആ ഒരു ട്രെൻഡിലാണ് അവസാനിച്ചത്. അപ്പോൾ അതിന് മുമ്പത്തെ ആഴ്ചകളിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു മൊമെൻറ്റം അത് നിലനിർത്താൻ മാർക്കറ്റിനായില്ല. അപ്പോൾ നേരിയ തോതിലുള്ളൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കാരണം മാർക്കറ്റ് താഴോട്ടേക്ക് വരാനുണ്ടായത്. അപ്പോൾ നിഫ്റ്റി 50 ഏകദേശം 0.83% ഇടിഞ്ഞുകൊണ്ടാണ് ക്ലോസ് ചെയ്തത്. ഫൈനലായിട്ട് നമ്മൾ കാണുന്ന 24,366 എന്ന ലെവലിലാണ് നിഫ്റ്റി നിൽക്കുന്നത്. ഇപ്പോൾ ബ്രോഡ് മാർക്കറ്റിൽ മെയിൻ ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് 50 0.28% ഇടിഞ്ഞുകൊണ്ട്, അപ്പോൾ അവിടെ ലാർജ് ക്യാപ്പുകളിൽ മൊത്തത്തിൽ ഒരു നെഗറ്റീവ് ക്ലോസിംഗ് ആണ് കഴിഞ്ഞ ആഴ്ച ഉണ്ടായത്. എന്നാൽ മിഡ് ക്യാപ്പ് മൈക്രോ ക്യാപ്പിലൊക്കെ ഒരു പോസിറ്റീവ് ക്ലോസിങ്ങും അതേസമയം സ്മോൾ ക്യാപ്പിൽ ഒരു ഇടിവുമാണ് ഉണ്ടായത്. അപ്പോൾ സ്മോൾ ക്യാപ്പ് വലിയ തോതിൽ ഉയർന്നുകൊണ്ട് അതിൻ്റെ ഓൾ ടൈം ഹൈയിലേക്ക് എത്തിയിരുന്നു. അപ്പോൾ ആ ലെവലുകളിൽ സ്വാഭാവികമായിട്ടും ഒരു റെസിസ്റ്റൻസ് നേരിടുകയാണ്. സെക്ടർ വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി മീഡിയ റിയാലിറ്റി ഒഴിച്ചു നിർത്തിയാൽ എല്ലാ സെക്ടറുകളും കഴിഞ്ഞ ആഴ്ച റെഡിലാണ് ക്ലോസ് ചെയ്തതെന്ന് കാണാം. എന്നാൽ അവിടെ വലിയ വീഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുന്നില്ല. 1% അല്ലെങ്കിൽ അതിൽ കുറവുള്ള ഒരു ഫോള് മാത്രമാണ് പല ഇൻഡെക്സുകളിലും ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഫാർമ, IT, ബാങ്ക്, PSU സ്റ്റോക്കുകൾ, അതുപോലെ എനർജി സ്റ്റോക്കുകൾ, ഇതിൻ്റെയൊക്കെ ആ ഒരു സെക്ടറൽ ഇൻഡെക്സുകൾ താരതമ്യേന നേരിയ ഇടിവാണ് കാണിച്ചിട്ടുള്ളതെങ്കിൽ ഓട്ടോ, FMCG, മെറ്റൽസ്, കമ്മോഡിറ്റീസ് സെക്ടറുകളിലൊക്കെ അത്യാവശ്യം ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഗ്ലോബലായിട്ട് നിലനിൽക്കുന്ന ആ ഒരു ജിയോ പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി, മിഡിൽ ഈസ്റ്റിലെ സംഘർഷ സാധ്യതകളൊക്കെ ബ്രന്റ് ക്രൂഡിൻ്റെ വില 4.5% ഉയർന്നുകൊണ്ട് $87-88 പെർ ബാരൽ എന്ന ഒരു റേഞ്ചിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ മാർക്കറ്റിൽ ഒരു മേജർ ആയിട്ടുള്ള ഒരു തിരിച്ചടി കഴിഞ്ഞ ആഴ്ച ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതുകൂടാതെ കോർപ്പറേറ്റുകളുടെ Q1 റിസൾട്ട് സീസൺ അവസാനിക്കുകയാണ്. അപ്പോൾ റിസൾട്ടുകൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മൊമെൻറ്റം പല സ്റ്റോക്കുകളിൽ ഇപ്പോൾ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ അവസരമായിട്ട് ഇൻവെസ്റ്റേഴ്സ് കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടും മാർക്കറ്റ് ഒരു റേഞ്ച് ബൗണ്ട് ആവാൻ കാരണമായിട്ടുണ്ട്. ഇപ്പോൾ മണി കൺട്രോൾ സൈറ്റിലുള്ള ഒരു അനാലിസിസ് പ്രകാരം നമ്മൾ കാണുന്നത് ഇതുവരെ 5115 കമ്പനികളിൽ 4463 കമ്പനികൾ റിസൾട്ട് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. ഇനി വിരലിലുണ്ടാവുന്ന അപ്രധാനമായ കമ്പനികളുടെ റിസൾട്ടുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ മൊത്തത്തിലുള്ള ഒരു ടോപ്പ് ലൈൻ ഗ്രോത്ത് അഥവാ റവന്യൂവിൽ ഉണ്ടായിട്ടുള്ള ഒരു ഇയർ ഓൺ ഇയർ വളർച്ച 21%-ന് അപ്പോൾ ഇത് നമ്മുടെ മാർക്കറ്റ് അനലിസ്റ്റുകൾ പ്രവചിച്ചിട്ടുള്ള 12-15% എന്നുള്ള ആ ഒരു ബ്രോഡ് എക്സ്പെക്റ്റേഷനേക്കാൾ മികച്ച ഒരു റിസൾട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ റവന്യൂവിൽ മാത്രമാണ് ഈ ഒരു ഗ്രോത്ത് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഡൊമസ്റ്റിക് കൺസംഷൻ വർദ്ധിച്ചതും ഗവൺമെൻറ്റിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ സ്പെൻഡിങ്ങും ഒക്കെയാണ് ഈ രീതിയിലുള്ള ഒരു റവന്യൂ ഗ്രോത്തിന് കാരണമായിട്ടുള്ളത്. എന്നാൽ നമ്മൾ ബോട്ടം ലൈൻ നോക്കിക്കഴിഞ്ഞാൽ അവിടെ 10% ഒരു പ്രോഫിറ്റ് ഗ്രോത്ത് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ റവന്യൂ നേരെ ഇരട്ടിയായിട്ട് വർദ്ധിച്ചിട്ടും പ്രോഫിറ്റിൽ വർധനവ് ഉണ്ടായിട്ടില്ല എന്ന് വ്യക്തമാണ്. അപ്പോൾ ഇവിടെ റോ മെറ്റീരിയൽ കോസ്റ്റിലുണ്ടായ വർധനവ്, ഇൻപുട്ട് കോസ്റ്റുകൾ വർദ്ധിച്ചത്, ക്രൂഡ് ഓയിൽ ഉയർന്നത്, ഇതൊക്കെ ഓപ്പറേറ്റിംഗ് മാർജിൻ ചുരുങ്ങാൻ കാരണമായിട്ടുണ്ട്. എങ്കിലും മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്ത 8% മുതൽ 11% എന്നുള്ള ആ ഒരു റേഞ്ചിനുള്ളിൽ പ്രോഫിറ്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ മൊത്തം ഈ റിസൾട്ട് പ്രസിദ്ധീകരിച്ച സ്റ്റോക്കുകളിൽ 55% സ്റ്റോക്കുകൾ പോസിറ്റീവ് ഗ്രോത്ത് രേഖപ്പെടുത്തിയപ്പോൾ 45% സ്റ്റോക്കുകളാണ് നെഗറ്റീവ് ഗ്രോത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് മൊത്തത്തിൽ മാർക്കറ്റ് ഒരു ഓവറോൾ ബുള്ളിഷ് ട്രെൻഡ് നിലവിലില്ല. പക്ഷേ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള സെക്ടർ സ്പെസിഫിക് ആയിട്ട് ഒരു ട്രെൻഡ് മാത്രമാണ് മാർക്കറ്റിലുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ക്വാർട്ടറുകളുമായിട്ട് ഈ ക്വാർട്ടർ കമ്പയർ ചെയ്യുമ്പോൾ കഴിഞ്ഞ ക്വാർട്ടറിൽ ഓവറോൾ റവന്യൂ ഗ്രോത്ത് 10-12% ആയിരുന്ന സ്ഥാനത്താണ് ഇപ്പോൾ 21% ഒരു റവന്യൂ ഗ്രോത്ത് ഉണ്ടായിട്ടുള്ളത്. അതേസമയം നെറ്റ് പ്രോഫിറ്റ് കഴിഞ്ഞ ക്വാർട്ടറിൽ 7% മുതൽ 9% ആയിരുന്നു. അപ്പോൾ ആ ഒരു റേഞ്ചിൽ തന്നെയാണ് ഇപ്പോഴും നെറ്റ് പ്രോഫിറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ ഗുഡ്സ്, ഡിഫൻസ്, ഓട്ടോമൊബൈൽസ്, റിയൽ എസ്റ്റേറ്റ്, ബാങ്കിങ് തുടങ്ങിയ മേഖലകളിലൊക്കെയാണ് മികച്ച വോളിയം റവന്യൂ ഗ്രോത്തൊക്കെ കാണിച്ചുകൊണ്ട് നല്ല മുന്നേറ്റം കാണാൻ സാധിച്ചത്. എന്നാൽ ശക്തമായ തിരിച്ചടി നേരിട്ടത് ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികൾക്കാണ്. പ്രത്യേകിച്ച് ക്രൂഡ് ഓയിൽ വിലയും അണ്ടർ റിക്കവറിയും കാരണം പ്രോഫിറ്റ് മാർജിൻ കുറഞ്ഞു. കൂടാതെ ഇന്റർനാഷണൽ സ്പെൻഡിങ് കുറഞ്ഞതിനാൽ IT സർവീസ് മേഖലയിലും ഒരു മന്ദഗതിയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ Q1 കോർപ്പറേറ്റ് ഏർണിംഗ് സീസൺ അവസാനിക്കുമ്പോൾ ഒരു പ്രതീക്ഷയുള്ള ഒരു നോട്ടിൽ തന്നെയാണ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് ക്വാർട്ടർ ഇതിലും മെച്ചപ്പെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി നമ്മൾ അടുത്ത ആഴ്ച മാർക്കറ്റിനെ സ്വാധീനിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ചില ഇവൻറ്റുകളും ട്രിഗർ പോയിന്റുകളും നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തീർച്ചയായിട്ടും ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് തന്നെയാണ്. അപ്പോൾ അതിപ്പോഴും ഉയർന്ന നിലയിൽ തുടരുകയാണ്. അപ്പോൾ ഈ അൺസർട്ടനിറ്റി, എന്നാൽ ഡിപ്ലോമാറ്റിക് ടോക്കുകളിൽ ഒരു പുരോഗതി ഉണ്ടായാൽ ഒരു പക്ഷേ അത് ക്രൂഡ് ഓയിലിൻ്റെ വില താഴോട്ടേക്ക് കൊണ്ടുപോകും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റിൽ ഒരു റീബൗണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതേപോലെ തന്നെ FIIസിൻ്റെ ആക്ടിവിറ്റീസിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടിട്ടുള്ളത് ഒരു ജാഗ്രതയോടെയുള്ള ഒരു സമീപനമാണ്. അവർ
ചില ഘട്ടങ്ങളിൽ സെല്ലേഴ്സ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ സെപ്റ്റംബറിൽ US ഫെഡറൽ റിസർവിൻ്റെ ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനുള്ള സാധ്യതകൾ ഇപ്പോൾ US മാർക്കറ്റിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഫെഡ് മീറ്റിംഗിൻ്റെ ആ ഒരു മിനിറ്റ്സ് പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു മീറ്റിംഗിൽ നടന്ന ചർച്ചകളുടെ പൂർണ്ണമായ വിവരങ്ങൾ പുറത്തു വരുന്നത് നെക്സ്റ്റ് വീക്ക് ആയിരിക്കും. അത് തീർച്ചയായിട്ടും ഫെഡറൽ റിസർവിൻ്റെ റേറ്റ് കട്ടുമായി ബന്ധപ്പെട്ട സാധ്യതകൾ എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് സൂചന നൽകിയേക്കാം. അത്തരത്തിൽ റേറ്റ് കട്ടിൻ്റെ സാധ്യതകൾ വർദ്ധിക്കുമ്പോൾ FIAസിൻ്റെ ഇന്ത്യൻ മാർക്കറ്റിലേക്കുള്ള ഒരു തിരിച്ചുവരവിൻ്റെ ഒരു വേഗത വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഈ ഒരു മാസം നമ്മൾ കാണുന്നത് FIAs നെറ്റ് ബയേഴ്സ് ആയിട്ട് നിൽക്കുന്നതാണ്. അതായത് 4115 കോടിയുടെ ഒരു നെറ്റ് ബൈങ് അവർ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ ഒരു വർഷം, അപ്പോൾ ഇത് 2025 ജൂൺ മാസത്തിൽ ഇതേപോലെ ഒരു നെറ്റ് ബൈങ് പൊസിഷനിൽ നിന്നതിന് ശേഷം ഒരു വർഷത്തിന് ശേഷമാണ് ഈ രീതിയിൽ FIAs വീണ്ടും ഒരു നെറ്റ് ബൈങ് ലെവലിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ അത് നമ്മുടെ മാർക്കറ്റിൽ വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ മാർക്കറ്റ് ഇപ്പോൾ താഴോട്ടേക്ക് പോകാതെ നിലനിൽക്കുന്നതിൽ ഇതൊരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത ആഴ്ച FIAs ആക്ടിവിറ്റീസ് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഒരു പ്രധാനപ്പെട്ട ട്രിഗർ പോയിന്റ് ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. ഇനി നമ്മൾ ഈ ഓഗസ്റ്റ് 15 പ്രൈം മിനിസ്റ്റർ മോഡി പ്രഖ്യാപിച്ച ശക്തി കി സപ്തധാര പദ്ധതികളുമായി ബന്ധപ്പെട്ട ചില പ്രഖ്യാപനങ്ങൾ നടന്നതായിട്ട് കാണാം. അപ്പോൾ അവിടെ 7 പ്രമേയങ്ങളാണ് മുന്നോട്ടേക്ക് വെച്ചിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ചില ചലനങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള പ്രഖ്യാപനങ്ങളാണ്. അപ്പോൾ അതിലൊന്ന് ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് മേഖലയിലുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഹൈപ്പർസോണിക് ടെക്നോളജിയും ഡ്രോൺ ടെക്നോളജി, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, അതുപോലെ പരിഷ്കാരങ്ങൾ എന്നിവ ആ ഒരു പ്രസംഗത്തിൽ മുൻഗണന നൽകിയതായിട്ട് കാണാം. അത് തീർച്ചയായിട്ടും ഡിഫൻസ് എക്യുപ്മെൻറ്റ്സും എയറോസ്പേസ് മേഖലയിലും മാനുഫാക്ചറിങ് നടത്തുന്ന കമ്പനികളിൽ തീർച്ചയായിട്ടും ഒരു ചലനം ഉണ്ടാക്കും. അവിടെ HAL, BEL, ഭാരത് ഡൈനാമിക്സ്, മസഗോൺ ഡക് ഷിപ്പ് ബിൽഡേഴ്സ്, സോളാർ ഇൻഡസ്ട്രീസ് പോലെയുള്ള ധാരാളം സ്റ്റോക്കുകൾ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഡിഫൻസ് സെഗ്മെൻറ്റിലുള്ള സ്റ്റോക്കുകൾ ഓൾറെഡി ഹൈ PE-യിലാണ് ട്രേഡ് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് അപ്പോൾ അവിടെ എത്രമാത്രം ഈ പ്രഖ്യാപനങ്ങൾ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുമെന്ന് നമ്മൾ കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. രണ്ടാമത്തെ മേജറായിട്ടുള്ള ഒരു പ്രഖ്യാപനം സെമി കണ്ടക്ടർ ടെക്നോളജി മേഖലയിലുള്ള കൂടുതൽ സെമി കണ്ടക്ടർ ഫാബ്രിക്കേഷൻ പ്ലാന്റുകൾ വരുന്നുണ്ടെന്നും അത് ഏകദേശം 1 കോടിയോളം യൂത്തിന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പരിശീലനം നൽകുന്ന ഒരു പദ്ധതി കൂടിയാണെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ IT സർവീസസ്, ഡാറ്റാ സെൻറ്റേഴ്സ്, ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ് മേഖലകളിലൊക്കെ ഇതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇവിടെയും ചില സ്റ്റോക്കുകൾ നമുക്ക് അണ്ടർ വാല്യൂഡ് ആയിട്ടും ഓവർ വാല്യൂഡ് ആയിട്ടും കാണാൻ പറ്റും. ഇപ്പോൾ ടാറ്റ എലക്സി, കെയ്ൻസ് ടെക്നോളജി ഒക്കെ അത്യാവശ്യം കറക്റ്റ് ചെയ്ത സ്റ്റോക്കുകളാണ്. അതുപോലെ ഡിക്സൺ ടെക്നോളജി, CG പവർ ഒക്കെ അത്യാവശ്യം മൊമെൻറ്റം കാണിച്ചുകൊണ്ടേയിരിക്കുന്ന സ്റ്റോക്കുകളാണ്. ഇതേപോലെ PM മോഡിയുടെ പ്രസംഗത്തിൽ വന്നിട്ടുള്ള പരാമർശം ഗ്രീൻ എനർജി, ന്യൂക്ലിയർ മേഖലയെക്കുറിച്ചാണ്. ഇപ്പോൾ 2047 100 ഗിഗാവാട്ട് ന്യൂക്ലിയർ എനർജി ആ ഒരു ടാർഗറ്റും അതേപോലെ ഗ്രീൻ ഹൈഡ്രജൻ റിന്യൂവബിൾ എനർജി സംവിധാനങ്ങളിലുള്ള ഒരു മുന്നേറ്റവുമാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇവിടെ NTPC, L&T, BHEL, ടാറ്റ പവർ, സുസ്ലോൺ തുടങ്ങിയ സ്റ്റോക്കുകളൊക്കെ ഈ രീതിയിൽ മാർക്കറ്റ് നോക്കി കാണുന്ന സ്റ്റോക്കുകളാണ്. അതേപോലെ ഇൻഫ്രാസ്ട്രക്ചർ, ലോജിസ്റ്റിക്, ഗതിശക്തിയുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ കാണാം. അവിടെ ഹൈ സ്പീഡ് റെയിൽവേ കണക്ടിവിറ്റി, ഇൻലാൻഡ് വാട്ടർ വേകൾ അതൊക്കെ കൂടുതൽ വേഗത്തിലാക്കാനുള്ള ആഹ്വാനവും ഈ പ്രസംഗത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ അദാനി പോർട്ട്, RVNL, ഇർക്കോൺ, L&T പോലെയുള്ള സ്റ്റോക്കുകൾ തീർച്ചയായിട്ടും ലൈം ലൈറ്റിൽ വരികയാണ്. അതുപോലെ ബാങ്കിങ് മേഖലയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ലോകത്തിലെ ടോപ്പ് 5 ബാങ്കുകളിൽ ഒന്നായിട്ട് ഇന്ത്യൻ ബാങ്കുകളെ മാറ്റുക എന്നുള്ളതും ഒരു ലക്ഷ്യമാണ്. അപ്പോൾ അവിടെ അത്തരത്തിൽ ലാർജ് ക്യാപ്പ് ബാങ്കുകളായിട്ടുള്ള SBI, HDFC ബാങ്ക്, ICICI ബാങ്കൊക്കെ ഈ രീതിയിൽ അത്തരത്തിലുള്ള ഇൻ്റർനാഷണൽ ബാങ്കുകളായിട്ട് മാറാൻ സാധ്യതയുള്ള ബാങ്കുകളാണ്. അതുപോലെ അഗ്രികൾച്ചർ, ഫുഡ് പ്രോസസ്സിംഗ് മേഖലയിൽ ഡൊമസ്റ്റിക്കലായിട്ടുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, മില്ലറ്റുകൾ എന്നിവ ഗ്ലോബൽ ബ്രാൻഡുകളാക്കി മാറ്റി കയറ്റുമതി വർദ്ധിപ്പിക്കാനുള്ള ഒരു ഊന്നൽ നൽകുമെന്നും പ്രസംഗത്തിൽ പറയുന്നുണ്ട്. അഗ്രോ പ്രോസസ്സിംഗ്, ഫെർട്ടിലൈസേഴ്സ്, കെമിക്കൽസ്, FMCG കമ്പനികളൊക്കെ അതുകൊണ്ട് ലൈം ലൈറ്റിൽ വരും. കാരണം അവിടെ കാവേരി സീഡ്, KRBL, ഗോദ്രേജ് അഗ്രോവേറ്റ് തുടങ്ങിയ ധാരാളം സ്റ്റോക്കുകൾ നമുക്ക് അവിടെ കാണാൻ പറ്റും. ഇതേപോലെ ഈ പ്രഖ്യാപനത്തിൽ വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് സോഫ്റ്റ് പവർ. അതായത് നമുക്കറിയാം സൈനിക ശക്തി, ആയുധങ്ങളെയും ഒക്കെ നമ്മൾ ഹാർഡ് പവർ എന്നാണ് പറയുക. എന്നാൽ രാജ്യത്തിൻ്റെ ആ ഒരു കൾച്ചർ, ടൂറിസം, അതേപോലെ ട്രഡീഷണൽ ട്രീറ്റ്മെൻറ്റ് സംവിധാനങ്ങൾ എന്നിവയിലൂടെ കൂടുതലായിട്ട് ലോകത്തേക്ക് ഇന്ത്യൻ കൾച്ചർ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതും ഒരു പ്രഖ്യാപനമാണ്. അപ്പോൾ അത് തീർച്ചയായും യോഗ, അതുപോലെ ഈ സ്പിരിച്വൽ ടൂറിസം, മെഡിക്കൽ ടൂറിസം എന്നിവയിലേക്ക് ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഈ ഹോട്ടൽസ് കമ്പനികൾ, ട്രാവൽ ആൻഡ് ടൂറിസം മേഖലയിലുള്ള കമ്പനികളൊക്കെ ലൈം ലൈറ്റിൽ വരും. ഇപ്പോൾ ഇന്ത്യൻ ഹോട്ടൽസ് കമ്പനി, ഈസ്റ്റേൺ ഇന്ത്യ ഹോട്ടൽസ്, ലെമൺ ട്രീ ഹോട്ടൽസ്, അതുപോലെ ഈസ്റ്റ് ട്രിപ്പ് പ്ലാനേഴ്സ്, ഇന്റർഗ്ലോബ് ഏവിയേഷൻ, ഇതുപോലെ ആയുർവേദ മേഖലയിലുള്ള ഡാബർ, ഇമാമി, ഹിമാലയ, കേരള ആയുർവേദ, അതുപോലെ ഈ ഫിലിം ആൻഡ് എൻ്റർടൈൻമെൻറ്റ് മേഖലയിലും കൂടുതൽ ഊന്നൽ നൽകുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആവുമ്പോൾ PVR ഇനോക്സ്, സരിഗമ ഇന്ത്യ, ടിപ്സ് ഇൻഡസ്ട്രീസ്, സൺ TV നെറ്റ്വർക്ക്, സി എൻ്റർടൈൻമെൻറ്റ് തുടങ്ങിയ
സ്റ്റോക്കുകളിലും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവും. അതുപോലെ എയർപോർട്ടുകളുടെ വികസനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും GMR എയർപോർട്ട്, അദാനി എൻ്റർപ്രൈസസിൻ്റെ എയർപോർട്ട് ബിസിനസ്, ഇതിലൊക്കെ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് കാണാൻ കഴിയും. എന്തായാലും സപ്തധാര ഇതൊരു കൺസെപ്ച്വൽ ആയിട്ടുള്ള ഒരു പ്രഖ്യാപനങ്ങൾ മാത്രമാണ്. അതിൻ്റെ ആക്ച്വൽ ഇംപ്ലിമെൻറ്റേഷൻ കൃത്യമായ സ്പെസിഫിക് ആയിട്ടുള്ള കാപ്പക്സ് അലോക്കേഷനൊക്കെ വരുമ്പോഴായിരിക്കും ഇതിൻ്റെ യഥാർത്ഥത്തിലെ ഇമ്പാക്റ്റ് ഇന്ത്യൻ എക്കണോമിയിൽ ഉണ്ടാവുകയുള്ളൂ. അതല്ല ഇത് വെറും ഒരു പ്രഖ്യാപനങ്ങളായിട്ട് മാറുകയാണെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് നമുക്ക് കാണാൻ കഴിയില്ല. ഇതിൻ്റെ തുടർന്നുള്ള പ്രഖ്യാപനങ്ങൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. നമ്മൾ മാർക്കറ്റിൽ ഇപ്പോൾ IPOകളുടെ ഒരു ചാകരയാണ്. ഇപ്പോൾ IPOകൾക്ക് നല്ല റെസ്പോൺസാണ് കണ്ടുവരുന്നത്. ഏത് IPOയും ലിസ്റ്റ് ചെയ്താൽ ലിസ്റ്റിംഗ് ഗെയിൻ നേടുന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ നിലവിൽ ക്ലോസ് ചെയ്തിട്ടുള്ള ബിഹാരിലാൽ എഞ്ചിനീയറിംഗ് IPO അതിൻ്റെ സബ്സ്ക്രിപ്ഷൻ 100-ലധികം പോയതായിട്ട് കാണാം. കൂടാതെ ഗ്രേ മാർക്കറ്റ് പ്രീമിയം 27-29% ഒരു ലിസ്റ്റിംഗ് ഗെയിൻ സാധ്യതയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതുപോലെ ഷിപ്പ് റോക്കറ്റിൻ്റെ സബ്സ്ക്രിപ്ഷൻ 100%-ലധികം പോയിട്ടുണ്ട്. അവിടെ ഒരു 32% ഗെയിൻ ഈ ഒരു IPOക്ക് കിട്ടാൻ സാധ്യത ഉണ്ടെന്നാണ് ഗ്രേ മാർക്കറ്റ് പ്രീമിയം സൂചിപ്പിക്കുന്നത്. അതുപോലെ തുടക്കത്തിൽ വന്നഗതിയിൽ പോയിട്ടുള്ള മിൽക്കി മിസ്റ്റിൻ്റെ ഒരു IPO 55 ടൈംസ് സബ്സ്ക്രിപ്ഷൻ നടന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരിയതാണെങ്കിലും ഒരു 13% മുകളിലുള്ള ഒരു ഗ്രേ മാർക്കറ്റ് പ്രീമിയമാണ് ഇപ്പോൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ മോഡറേറ്റ് ആയിട്ടുള്ള ഒരു ലിസ്റ്റിംഗ് ഗെയിൻ പ്രതീക്ഷിക്കാം. അതുപോലെ ദൂത് ട്രാൻസ്മിഷൻ 75 ടൈംസ് സബ്സ്ക്രൈബ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു 30% ഒരു ലിസ്റ്റിംഗ് ഗെയിൻ സാധ്യത ഈ ഒരു IPOയിൽ കാണുന്നുണ്ട്. അതുപോലെ മോൾബിയോ ഡയഗ്നോസ്റ്റിക്സ് അതിൻ്റെ ഫൈനാൻഷ്യലിയും ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണെങ്കിലും അതിൻ്റെ ഗ്രേ മാർക്കറ്റിൻ്റെ ആ ഒരു റെസ്പോൺസ് വളരെ മോഡറേറ്റ് ആയിരുന്നു. ഇപ്പോൾ ഒരു 75 ടൈംസിൻ്റെ ഒരു സബ്സ്ക്രിപ്ഷൻ നടന്നിട്ടുണ്ടെങ്കിലും 15% ഒരു ഗ്രേ മാർക്കറ്റ് പ്രീമിയം മാത്രമേ ഇപ്പോൾ കാണുന്നുള്ളൂ. ഇപ്പോൾ പുതുതായിട്ട് 5ഓളം IPOകൾ മാർക്കറ്റിൽ വരുന്നത് കാണാം. അതിലൊന്ന് ലാലിത ജ്വല്ലറി മാർട്ടിൻ്റെ IPO ആണ്. ഇത് 1900 കോടിയുടെ ഒരു വലിയൊരു IPO തന്നെയാണ്. 190-201 എന്നുള്ള ഒരു പ്രൈസ് ബാൻഡിലാണ് വരുന്നത്. ഇപ്പോൾ സൗത്ത് ഇന്ത്യയിലെ ഒരു മികച്ച ജ്വല്ലറി ബ്രാൻഡ് എന്നുള്ള നിലയിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽസും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരു മോഡറേറ്റ് ലിസ്റ്റിംഗ് ഗെയിൻ നേടാൻ സാധ്യതയുള്ള ഒരു IPO ആയിരിക്കും ലാലിത ജ്വല്ലറി മാർട്ട്. മറ്റൊന്ന് ഹൊറൈസൺ ഇൻഡസ്ട്രിയൽ പാർക്കാണ്. 2600 കോടിയുടെ ഒരു വലിയൊരു IPO ആണിത്. പക്ഷേ പ്രൈസ് ബാൻഡ് 57-60 എന്ന റേഞ്ചിലാണ്. അപ്പോൾ ബ്ലാക്ക് സ്റ്റോൺ ഗ്രൂപ്പിൻ്റെ പിന്തുണയുള്ള ഒരു ലോജിസ്റ്റിക് വെയർഹൗസിംഗ് പ്ലാറ്റ്ഫോമാണിത്. പക്ഷേ അവിടെ ലിസ്റ്റിംഗ് ഗെയിൻ സാധ്യത വളരെയധികം പരിമിതമാകാനുള്ളൊരു സാധ്യത ഉണ്ട്. കാരണം ഇതിൻ്റെ ഫൈനാൻഷ്യൽസ് അത്ര സ്ട്രോങ് അല്ല. മറ്റൊന്ന് ഷാങ്കേഷ് ജ്വല്ലറിയാണ്. ഇത് വളരെ ചെറിയൊരു IPO ആണ്. 88-93 ഒരു പ്രൈസ് ബാൻഡിലാണ് വരുന്നത്. എങ്കിലും ചെറിയൊരു പ്രീമിയത്തോടു കൂടിയുള്ള ഒരു ലിസ്റ്റിംഗ് സാധ്യത തീർച്ചയായിട്ടും ജ്വല്ലറി സ്റ്റോക്കുകളിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന് സൺഷൈൻ പിക്ചേഴ്സ് ആണ്. ഫിലിം ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുന്ന ഈ ഒരു കമ്പനിയുടെ പ്രൈസ് ബാൻഡ് 352-360 എന്ന റേഞ്ചിലാണ് വരുന്നത്. അപ്പോൾ ഒരു സിനിമ മീഡിയ പ്രൊഡക്ഷൻ കമ്പനി ആയതിനാൽ പ്രൊജക്റ്റുകളുടെ വിജയസാധ്യത ഒരു റിസ്ക് ഫാക്ടറാണ്. അതുകൊണ്ട് തന്നെ ലിസ്റ്റിംഗ് ഗെയിൻ സാധ്യത എത്രമാത്രം ഈ സ്റ്റോക്കിൽ ഉണ്ടാവും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. മറ്റൊന്ന് ഗജ ആൾട്ടർനേറ്റീവ് അസറ്റ് മാനേജ്മെൻ്റ് ആണ്. ഇത് 152-160 എന്നുള്ള ഒരു പ്രൈസ് ബാൻഡിലാണ് വരുന്നത്. അപ്പോൾ അസറ്റ് മാനേജ്മെൻറ്റ് രംഗത്ത് ഒരു മികച്ച ഫണ്ടമെൻ്റൽസ് ഉള്ള കമ്പനി ആണെങ്കിലും ഇതൊരു ലിസ്റ്റിംഗ് ഗെയിൻ സാധ്യതയേക്കാൾ കൂടുതൽ ലോങ് ടേമിന് അനുയോജ്യമായ ഒരു സ്റ്റോക്ക് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ലിസ്റ്റിംഗ് ഗെയിൻ സാധ്യത എത്രമാത്രം ഉണ്ട് എന്ന് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. ഏതായാലും ഇവിടെ ഗ്രേ മാർക്കറ്റ് പ്രീമിയം ഒരു ട്രെൻഡ് മനസ്സിലാക്കാൻ മാത്രമേ ഉപകരിക്കുള്ളൂ. അതേ ഗ്രേ മാർക്കറ്റ് പ്രീമിയത്തിൽ തന്നെ സ്റ്റോക്കുകൾ ഇഷ്ടപ്പെടണമെന്ന് നിർബന്ധമില്ല. കാരണം അവസാന നിമിഷങ്ങളിൽ നടക്കുന്ന വമ്പിച്ച ഒരു വളറ്റിലിറ്റി പലപ്പോഴും IPOകൾ ഉണ്ടാവാറുണ്ട്. ഇനി നമ്മൾ നിഫ്റ്റിയുടെ അടുത്ത ആഴ്ച സാധ്യതയുള്ള ഒരു ലെവലുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അപ്പോൾ അവിടെ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് 24,265, 24,300 എന്ന റേഞ്ചിലാണ്. കഴിഞ്ഞ 5 ട്രേഡിംഗ് സെഷനിൽ ഈ ഒരു സപ്പോർട്ട് ലെവൽ ശക്തമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് തകർന്നാൽ നിഫ്റ്റി 24,000 ലെവലുകളിലേക്ക് ഒരുപക്ഷെ വീണേക്കാം. അതുപോലെ മുകളിലോട്ട് റെസിസ്റ്റൻസ് ലെവലായിട്ട് നിൽക്കുന്നത് 24,450, 24,550 എന്ന റേഞ്ചാണ്. ഇപ്പോൾ 24,420 മുകളിൽ സസ്റ്റെയിൻ ചെയ്യാതെ ഒരു ബുള്ളിഷ് ട്രെൻഡിലേക്ക് നമ്മൾ മാർക്കറ്റ് പോകാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ ഇതൊക്കെയാണ് നെക്സ്റ്റ് വീക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങളും കമൻറ്റുകൾ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.